ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചണിൽ ചക്ക കൊണ്ട് നല്ലൊരു അവിയൽ തയ്യാറാക്കാം. ചക്ക നമുക്ക് സുലഭമായിട്ട് കിട്ടണ കാലത്ത് ഇതുപോലെ ചക്ക അവിയൽ ഒക്കെ നമുക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഇപ്പൊ ചക്കയുടെ സീസണാണല്ലോ. അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ ചക്കിന, അപ്പൊ നമ്മൾ ചക്ക വെട്ടി ചോളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു അവിയൽ തയ്യാറാക്കാം. ചക്ക അവിയലാണ് ഇന്ന് തയ്യാറാക്കേണ്ടത്. ചക്ക നമ്മൾ നന്നാക്കി നല്ലോണം ചെറുതാക്കി നുറുക്കണം. ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നുറുക്കിയെടുക്കണം. ചക്കച്ചോള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്ക കുരു നമ്മൾ കടിക്കാൻ കിട്ടാനായിട്ട് ഒരു 10-25 കുരും കൂടി നമ്മൾ വൃത്തിയാക്കി ഇതുപോലെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. നമുക്ക് ആദ്യം ചക്കക്കുരു വേവിക്കാനായിട്ട് ഇടാം. ചക്കക്കുരു ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് അവിയലിക്കുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പുളിരസം കിട്ടാനായിട്ട് അവിയലിന്. അത് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം. നല്ല പച്ച മാങ്ങ ഇതുപോലെ നമുക്ക് ചെറുതാക്കി എടുക്കുക. അത് മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് വരുന്നുണ്ട് കണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത്ര മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. 2 മിനിറ്റ് മൂടി വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് ചക്ക ചേർക്കാം. ഇപ്പം ചക്കക്കുരു ഇതുപോലെ അതിൻ്റെ പെട്ടെന്ന് വേവും. ചക്കക്കുരു നല്ലോണം കനം കുറഞ്ഞരിഞ്ഞ കാരണം പെട്ടെന്ന് വേവും. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ നമുക്ക് ചേർക്കാം. അതിൻ്റെ താഴെ ചക്കയ്ക്ക് വേവ് നിൽക്കുള്ളൂ. അത് പെട്ടെന്ന് വേവണതാണല്ലോ ചക്കച്ചോള. അപ്പം അത് മാങ്ങയും കൂടി ചേർക്കാം. അപ്പോൾ പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ മാങ്ങ ഇതുപോലെ നല്ലോണം കനം കുറഞ്ഞ് അരിഞ്ഞ കാരണം പെട്ടെന്ന് വേവും. ചക്കക്കുരുണ് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുക. അതിലേക്ക് നമ്മൾ നമ്മുടെ ചക്ക ചെറുതാക്കി നുറുക്കിയത് ചേർക്കാം. 10-30 ചോള ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയൊരു സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതെല്ലാതും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇപ്പം ചേർക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ചക്കക്കുരുവിന് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി. ഇത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു കതിർപ്പ് വേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഈ അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഗ്യാസ് ഒന്ന് ചുരുക്കിടാം. 1 കപ്പ് നാളികേരം ചെരുവിയത്, ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി ആണ് ഞാൻ ചെരിയുള്ളത്. പിന്നെ 5-8 ചുവന്നുള്ളി, 4 പച്ചമുളക്, 1 സ്പൂൺ ജീരകം, ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചു കൊണ്ടുവരാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇത് നല്ലോണം അരയണം. അതായത് ചുവന്നുള്ളിയും പച്ചമുളകും നല്ല ജീരകവും നല്ലോണം അരയണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഇത് തന്നെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ പിന്നെ നല്ല ഫൈനായിട്ട് അരഞ്ഞോളൂ. നാളികേരം ഒന്ന് തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി. ജീരകം 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരം ചേർക്കാം. ഒന്ന് അരച്ച് കിട്ടാം. ഇത് നല്ലോണം അരച്ചു കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നാളികേരം തരിതരിപ്പായിട്ട് അരച്ചു കൊണ്ടുവരാം. നമ്മുടെ പച്ചമുളകും ചുവന്നുള്ളിയും നാളികേരവും നല്ല ജീരകവും കുറച്ച് നാളികേരം ചേർത്തത് നല്ലോണം അരച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു തരിതരിപ്പായിട്ട് അരയ്ക്കണം. അവിയലിനറിയാലോ, വല്ലാണ്ട് അരയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുവന്നാൽ മതി. പിന്നെ വെള്ളവും ചേർക്കാൻ പാടില്ല. നാളികേരത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതുപോലെ അരച്ചു കൊണ്ടുവന്നാൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച ചക്ക നോക്കാം. ഇതൊന്ന് ഇളക്കി അടിവശം വെന്തിണ്ടിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ചക്കയായ കാരണം പെട്ടെന്ന് വേവും. ചക്ക അവിയലൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ്. നമുക്ക് ചക്ക കിട്ടണ കാലത്തൊക്കെ നല്ലോണം ഇത് ഉണ്ടാക്കി കഴിക്കാം. ചക്ക എങ്ങനെ കഴിച്ചാലും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇത് ഈ അവിയൽ അങ്ങനെയൊക്കെ ഓരോന്ന് മാറ്റി മാറ്റി നമുക്കിതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ചോറിനും ഒക്കെ ഈ ഒരു കറി മതിയാവും. വളരെ ടേസ്റ്റുള്ളൊരു ഡിഷാണത്.
പുളി ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് നോക്കാട്ടെ. ഇപ്പം മാങ്ങയുടെ പുളിയൊക്കെ ചക്കയിൽ ചേർന്നുണ്ട്, അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇത്ര വെന്താൽ മതി. കണ്ട ചക്കയൊക്കെ വെന്തുണ്ട്. അപ്പം ഇനി ഒന്ന് അരപ്പ് ചേർത്ത് ഇളക്കാം. നമ്മൾ അരച്ച് വെച്ചത് നാളികേരം, നല്ല ജീരകം, ചുവന്നുള്ളി, പച്ചമുളക് ഇത് ചേർത്തത് മിക്സ് ചെയ്യാം. പിന്നെ മിക്സിയുടെ ജാറ് വളരെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുലുക്കി ഇതിൽ ഒഴിക്കാം. ഇത് തേങ്ങ ഒന്ന് വെന്ത് വരണം. തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി ഒന്ന് യോജിച്ച് വരണം. അപ്പം നമ്മുടെ അവിയൽ റെഡിയാവും. ഇത്രയും വേണ്ട. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമുക്ക് ചക്ക കിട്ടുമ്പോൾ ചക്ക അവിയലൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണിത്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടിയെടുക്കാം. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ല ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് തീ ഒന്ന് സിമ്മിലിട്ട് നമ്മുടെ വേപ്പില ഉണ്ടല്ലോ, നല്ല ഫ്രഷ് വേപ്പില പൊട്ടിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മൂടി വയ്ക്കുക. എത്രയോ വേണ്ട അവിയലിന്. പച്ച വെളിച്ചെണ്ണ നമുക്ക് 2 സ്പൂൺ ഇതിൽ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണയ്ക്ക് എല്ലാ ഭാഗത്തും എത്തണം. അപ്പം ഒന്ന് എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റുള്ള ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്കക്കാലാണ്. അപ്പം നമുക്ക് ചക്ക അവിയലൊക്കെ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കാം.